ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദുരന്തങ്ങളും അപകടങ്ങളും നടന്നു കഴിഞ്ഞാൽ തുടങ്ങും. നിയമങ്ങളിലും നിയമാവലികളിലും അജ്ഞരാണെന്നുള്ള നാടിന്റെ മുറവിളി. അക്കമിട്ടുള്ള ഓരോ ചോദ്യങ്ങളും അധികാരികൾക്ക് നേരെയുള്ള ചോദ്യ ശരങ്ങളാകും. പൊതുജനങ്ങളുടെ അജ്ഞത അകറ്റി സുരക്ഷയൊരുക്കാൻ കോഴിക്കോട് സിറ്റി പോലീസിന്റെ പരിശ്രമം കാണാം. പ്രധാന വാർത്തകൾക്കു ശേഷം. രാജ്യത്തെ ഭീകരത ശക്തിപ്പെടുമ്പോൾ UAPA പോലുള്ള ശക്തമായ നിയമം അത്യാവശ്യമാണെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. നവകേരള യാത്രയുടെ കോഴിക്കോട് ജില്ലാ പര്യടനം സമാപിച്ചു. നഗരത്തിലെ രൂക്ഷമായ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള സിറ്റി പോലീസിന്റെ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി. ഹൈന്ദവധർമ്മത്തെപ്പറ്റി സംസാരിക്കുന്നവരിൽ പലരും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാത്തവരാണെന്ന് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തെ ഭീകരത ശക്തിപ്പെടുമ്പോൾ UAPA പോലുള്ള ശക്തമായ നിയമം ആവശ്യമാണെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഈ നിയമത്തെ തെറ്റായി ഉപയോഗിക്കുന്നതിനെ ന്യായീകരിക്കാനാകില്ലെന്നും പിണറായി പറഞ്ഞു. ശരിയായ നിയമം തെറ്റായി ഉപയോഗിക്കാനാണ് ഇപ്പോൾ രാജ്യത്ത് ശ്രമം നടക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ശക്തമായ നിയമം നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ കൈവെട്ട് കേസിലെ പ്രതികൾക്കെതിരെ UAPA നിയമം LDF സർക്കാർ പ്രയോഗിച്ചതിനെ ന്യായീകരിച്ച് പിണറായി വിജയൻ പറഞ്ഞു. അതെ, ശരിയായ നിയമം തെറ്റായി ഉപയോഗിക്കുന്ന രീതികൾ നമ്മുടെ രാജ്യത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നിയമവ്യവസ്ഥകൾ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് ചെറുത് വേണ്ടി വരും. സോളാർ കേസിൽ സരിതയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചിട്ടില്ലെന്ന് സംസ്ഥാനത്തെ പോലീസ് മേധാവി തന്നെ ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പിൽ പറഞ്ഞിരിക്കുകയാണ്. കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു എന്നതിന് വലിയ തെളിവാണ് ഇതെന്നും പിണറായി പറഞ്ഞു. നവകേരള യാത്ര ഇന്ന് മലപ്പുറം ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. കോഴിക്കോട്ടെ പര്യടനത്തിന്റെ അവസാനമായി ജില്ലയിലെ പൌരപ്രമുഖരുമായി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. ഹൈന്ദവധർമ്മത്തെപ്പറ്റി സംസാരിക്കുന്നവരിൽ പലരും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാത്തവരാണെന്ന് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ. ഇതിൽ നിന്നും വേറിട്ട വഴിയിലാണ് ഭാരതീയ വിചാര കേന്ദ്രം സഞ്ചരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തളി സാമൂതിരി സ്കൂളിൽ ഭാരതീയ വിചാര കേന്ദ്രം 33ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MGS. P. പരമേശ്വരൻ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. ഹൈന്ദവധർമ്മം സംസാരിക്കുന്ന പലർക്കും അതേപ്പറ്റി കാര്യമായി അറിയാത്ത സ്ഥിതിയാണെന്ന് ചരിത്രകാരൻ MGS നാരായണൻ പറഞ്ഞു. പുരാതന അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വായിച്ചു വേണം ഹിന്ദുധർമ്മം മനസ്സിലാക്കാൻ. ഇത്തരത്തിൽ ഹിന്ദുധർമ്മം മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഭാരതീയ വിചാര കേന്ദ്രം സാരഥികളെന്നും MGS കൂട്ടിച്ചേർത്തു. തളി സാമൂതിരി ഗുരുവായൂരപ്പൻ ഹാളിൽ ഭാരതീയ വിചാര കേന്ദ്രം 33ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MGS. പക്ഷേ ഹിന്ദുത്വത്തെ പറ്റി വളരെയധികം പ്രസംഗിക്കുന്ന ആളുകൾ അതൊന്നും പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്ന നിരന്തരമായ ആക്ഷേപമാണ് എനിക്കുള്ളത്. രാമായണം, മഹാഭാരതം മുതലായ കാവ്യങ്ങൾ പോലും വായിച്ച് പഠിക്കുകയോ വായിച്ചാൽ മനസ്സിലാക്കുകയോ ചെയ്യാനുള്ള സൗമനസ്യം ഈ വിഭാഗക്കാർക്ക് അധികം കണ്ടിട്ടില്ല. അതിൽ നിന്ന് വളരെ വലിയൊരു വ്യത്യസ്തതയാണ് പരമേശ്വരയിൽ ഞാൻ കണ്ടത്. ഡോക്ടർ പ്രഭാകരൻ പാലേരി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ M. മോഹൻദാസ്, P. പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. വിവിധ സെഷനുകളിൽ KK മുഹമ്മദ്, MN സുന്ദർരാജ്, ഡോക്ടർ K. ജയപ്രസാദ്, അഡ്വക്കേറ്റ് അഞ്ജനാദേവി, ഡോക്ടർ MV നടേശൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഞായറാഴ്ച വിവിധ സെഷനുകളിൽ ഡോക്ടർ KN മധുസൂദൻ പിള്ള, ഡോക്ടർ B. അശോക്, ഡോക്ടർ G. രാധാകൃഷ്ണപിള്ള, ഡോക്ടർ MP. അജിത് കുമാർ, ഡോക്ടർ റിച്ചാർഡ് ഹേ തുടങ്ങിയവർ സംസാരിക്കും.
നഗരത്തിലെ രൂക്ഷമായ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി സിറ്റി പോലീസ് ആവിഷ്കരിച്ച ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി. മാനഞ്ചിറ സ്ക്വയറിൽ ബോധവൽക്കരണ പ്രതിജ്ഞയോടെയാണ് 3 ദിവസം നീളുന്ന പരിപാടികൾ ആരംഭിച്ചത്. നഗരത്തിലെ രൂക്ഷമായ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായാണ് കോഴിക്കോട് സിറ്റി പോലീസ് നേതൃത്വം ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. മാനഞ്ചിറ സ്ക്വയറിൽ ട്രാഫിക് ബോധവൽക്കരണ പ്രതിജ്ഞയോടെ 3 ദിവസം നീളുന്ന പരിപാടികൾക്ക് തുടക്കമിട്ടു. ട്രാഫിക് ACK അരവിന്ദാക്ഷൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റ്സ്, നഴ്സിംഗ് സ്റ്റുഡൻസ്, പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. റോഡ് നിയമങ്ങൾ പാലിച്ച് വാഹനമോടിക്കുമെന്നും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുമെന്നും കാൽനട യാത്രക്കാർക്ക് നൽകേണ്ട പരിഗണന നൽകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ, ഉത്തരമേഖല IG നിതിൻ അഗർവാൾ, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് D സാലി, ചലച്ചിത്രതാരം മാമുക്കോയ, എഴുത്തുകാരൻ TA റസാഖ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പിന്നെ ഇത് 4 ദിവസമല്ല 40 ദിവസം ബോധവൽക്കരണം നടത്തിയാലും നമ്മൾ ആളുകൾ നന്നാവാൻ പോകുന്നില്ല. ഇത് ആളുകളെ ബോധിപ്പിക്കാനുള്ളതല്ല. ആളുകൾ സ്വയം ഇത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ഞാൻ ബോധവാനാകണമെന്നുള്ള ഒരു തന്റെ ഇടം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. തുടർന്ന് ഒപ്പുശേഖരണം, ജീവൻ രക്ഷാ പഠന ക്ലാസ്, സ്റ്റുഡൻസ് പോലീസിന്റെ നേതൃത്വത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന, ബസ്, ഓട്ടോ, ടാക്സി ഡ്രൈവർമാർക്കുള്ള ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നടന്നുവരുന്ന സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സമ്മേളനം 2ാം ദിവസം പിന്നിട്ടു. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ സ്മാരകമായ കർഷക ഭവന്റെ സമർപ്പണം ചടങ്ങിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കാർഷിക സമൃദ്ധി, ഭക്ഷ്യസുരക്ഷയ്ക്കും ജീവനത്തിനും എന്ന മുദ്രാവാക്യമുയർത്തി കോഴിക്കോട്ട് നടന്നുവരുന്ന സ്വതന്ത്ര കർഷക സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം 2ാം ദിവസം പിന്നിട്ടു. കാർഷിക വിളകൾക്കൊന്നും തന്നെ ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്തതാണ് ഇന്ന് കാർഷിക രംഗം നേരിടുന്ന പ്രശ്നമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. സയ്യിദ് അബ്ദുറഹിമാൻ ബാക്കഫി തങ്ങൾ സ്മാരകമായ കർഷക ഭവൻ സമർപ്പണം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്വതന്ത്ര കർഷക സംഘം പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷം വഹിച്ചു. എല്ലാ കർഷകരുടെയും പ്രശ്നങ്ങളിൽ സഹായിക്കാൻ നമ്മൾ ഉണ്ടാവും. ഇപ്പൊ വയനാട്ടിലെ എന്റെ സ്നേഹിതന്മാർ പറഞ്ഞു, വയനാട്ടിൽ ഒരു കർഷകനെ ജയിലിൽ അടച്ചൊരു സംഭവം ഉണ്ടായി. ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടുള്ള സംഭവം. ബാങ്കിൽ ജയിലിൽ അടക്കാൻ, ജയിലിൽ പാർപ്പിക്കാൻ വേണ്ട തുക എത്രയാണെന്ന് ചോദിച്ചിട്ട് ജയിൽ അധികൃതർക്ക് ബാങ്ക് കൊടുത്തു. എന്നിട്ട് കോടതിയിൽ പോയി ഇയാളെ തടവിലാക്കണം, തടവിലാക്കിയാൽ മാത്രമേ പണം തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ മന്ത്രി ഡോക്ടർ MK മുനീർ മുഖ്യാതിഥിയായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ MI തങ്ങൾ, VK അബ്ദുൽ ഖാദർ മൌലവി, ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല, MLA മാരായ KNA ഖാദർ, KM ഷാജി, K മമ്മുണ്ണി ഹാജി, STU പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം, പ്രവാസി ലീഗ് പ്രസിഡന്റ് CP ബാവ ഹാജി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വയലുകളിൽ അനധികൃതമായി ഇഷ്ടിക നിർമ്മാണം നടത്തുന്നതും മണ്ണ് ആവശ്യാനുസരണം ലഭിക്കാത്തതും ഇഷ്ടിക നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് മലബാർ വയർ കട്ട് ബ്രിക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. ഈ മേഖലയിലെ ന്യൂനതകൾ ഉടൻ പരിഹരിക്കണമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 1991 മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ഇഷ്ടിക നിർമ്മാതാക്കളെ ഉൾപ്പെടുത്തിയാണ് മലബാർ വയർകട്ട് ബ്രിക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചത്. ജനുവരി 26 സംഘടന സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. മണ്ണിന്റെ ലഭ്യതക്കുറവും അനധികൃതമായി നിർമ്മാണം നടത്തുന്നതും വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പ്രയാസത്തിലാക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 26 കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഡയറക്ടറിയും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. മേയർ VKC മുഹമ്മദ് കോയ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. 34ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവം ഫെബ്രുവരി 18, 19 തീയതികളിൽ ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കും. 2500ഓളം കുട്ടികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. 18, 19 ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നഴ്സറി കുട്ടികളിൽ നിന്ന്, അതായത് LKG UKG 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മത്സരങ്ങളാണ് ഉണ്ടാവുക. ഗീതാഞ്ജലി, രാഗാഞ്ജലി, പുഷ്പാഞ്ജലി, വർണ്ണാഞ്ജലി എന്നീ 4 വേദികളിലായി 16 ഇനം മത്സരങ്ങളാണ് നടത്തുക. കഥ പറയൽ ഇംഗ്ലീഷ് മലയാളം, ആംഗ്യപ്പാട്ട് ഇംഗ്ലീഷ് മലയാളം, പദ്യം ചൊല്ലൽ ഇംഗ്ലീഷ് മലയാളം, സംഘഗാനം ഇംഗ്ലീഷ് മലയാളം, ഏകാഭിനയം, പ്രച്ഛന്നവേഷം, ഡാൻസ്, സംഘനൃത്തം, ലളിതഗാനം, സിനിമാറ്റിക് ഡാൻസ്, ദേശഭക്തി ഗാനം, ഒപ്പന എന്നിവയാണ് മത്സര ഇനങ്ങൾ.
മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു കുട്ടിക്ക് 100 രൂപയാണ് ഫീസ്. അപേക്ഷകൾ നിശ്ചിത ഫോറത്തിൽ മാത്രമായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ വിദ്യാലയ അധികൃതർ മുഖേന സാക്ഷ്യപത്രത്തോടെ കൺവീനർ 34ാമത് നഴ്സറി കലോത്സവം മാതാ AC സർവീസ് സെന്റർ ന്യൂ ഇന്ത്യ കോംപ്ലക്സ് PO പുതിയറ എന്ന വിലാസത്തിൽ അയക്കണമെന്നും സംഘാടകർ പറഞ്ഞു. ജില്ലാ വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് ഫൗണ്ടേഷൻ കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിന്റെ വികസനത്തിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീറിന് കൈമാറി. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദിൽ നിന്നാണ് മന്ത്രി പ്ലാൻ സ്വീകരിച്ചത്. മലബാറിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രൂപം കൊണ്ട സർക്കാർ ഇതര സംഘടനയായ ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് ഫൗണ്ടേഷൻ കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിന്റെ വികസനത്തിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് കൈമാറി. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഏറ്റുവാങ്ങി. ആവശ്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുകയാണ്. നമ്മൾ പല ഘട്ടങ്ങളിലും ഒരു മാസ്റ്റർ പ്ലാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ഏതൊരു കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമെടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴാണ് മെന്റൽ ഹോസ്പിറ്റൽ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയവും എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ ഇതിനു മുമ്പ് സബ് ജഡ്ജ് RL ബൈജു, ജില്ലാ കളക്ടർ N പ്രശാന്ത്, GMI ജനറൽ സെക്രട്ടറി റോഷൻ കൈനടി, വൈസ് പ്രസിഡന്റ് AK നിഷ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ബുക്സിന്റെ പൊന്നുരുകും പൂക്കാലം എന്ന പുസ്തകം ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ സത്യൻ അന്തിക്കാട് പ്രകാശനം ചെയ്തു. സംഗീത സംവിധായകൻ ജോൺസന്റെ ജീവിതവും സംഗീതവും നിറഞ്ഞ പുസ്തകം അദ്ദേഹത്തിന്റെ ഭാര്യ റാണി ജോൺസൺ ഏറ്റുവാങ്ങി. മാതൃഭൂമി ബുക്സിന്റെ പൊന്നുരുകും പൂക്കാലം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ സംഗീത സംവിധായകൻ ജോൺസന്റെ ഭാര്യ റാണി ജോൺസന് നൽകി സത്യൻ അന്തിക്കാടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ജോൺസന്റെ ജീവിതവും സംഗീതവും നിറയുന്ന പുസ്തകമാണ് പൊന്നുരുകും പൂക്കാലം. ONV കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി, സത്യൻ അന്തിക്കാട്, യേശുദാസ്, P ജയചന്ദ്രൻ, കൈതപ്പുറം, K ജയകുമാർ, പൂവച്ചൽ ഖാദർ, RK ദാമോദരൻ, സുഭാഷ് ചന്ദ്രൻ, രവി മേനോൻ തുടങ്ങിയവരുടെ ഓർമ്മകളും ലേഖനങ്ങളും അടങ്ങുന്നതാണ് പുസ്തകം. MK അർജുനന്റേതാണ് അവതാരിക. കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി ഡയറക്ടർ MB ശ്രേയംസ് കുമാർ അധ്യക്ഷം വഹിച്ചു. താൻ കണ്ടതിൽ വെച്ച് തന്റെടിയും സംഗീതത്തിൽ മായം കലർത്താത്തവനുമായിരുന്നു ജോൺസൺ എന്ന പ്രിയ സുഹൃത്തെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. ജോൺസൺ ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ ജോൺസന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഓരോ വർഷം തോറും ജോൺസൺ കൂടുതൽ തിളക്കമാറുന്ന ഓർമ്മയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. രവി മേനോൻ പുസ്തകം പരിചയപ്പെടുത്തി. ജില്ലാ കളക്ടർ N പ്രശാന്ത്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീത സംവിധായകൻ രാജാമണി, മാതൃഭൂമി ബുക്സ് മാനേജർ K നൌഷാദ്, KK വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. രാജാമണിയുടെ നേതൃത്വത്തിൽ ജോൺസൺ ഗാനസന്ധ്യയും അരങ്ങേറി. ശുദ്ധവായു എന്റെ ജന്മാവകാശം എന്ന വിഷയത്തിൽ ജനുവരി 26-ന് അവകാശ പ്രഖ്യാപന ജാഥയും സെമിനാറും നടത്തും. ടാഗോർ ടൗൺ ഹാളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ K മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. അന്തരീക്ഷ മലിനീകരണം ഇന്ന് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പരിസ്ഥിതി പ്രശ്നമാണ്. ലോകത്താകെ 70 ലക്ഷം പേർ അന്തരീക്ഷ മലിനീകരണം മൂലം വർഷവും മരിക്കുന്നു. വീടിനകത്തെ മലിനീകരണം കൊണ്ട് ഏറ്റവും കൂടുതൽ പേർ കഷ്ടത അനുഭവിക്കുന്നതും മരിക്കുന്നതും നമ്മുടെ നാട്ടിൽ തന്നെയാണ് എന്നതാണ് ദുഃഖിപ്പിക്കുന്ന വസ്തുത. ഈ സാഹചര്യത്തിലാണ് ശുദ്ധവായു എന്റെ ജന്മാവകാശം എന്ന വിഷയത്തിൽ അവകാശ പ്രഖ്യാപന ജാഥയും സെമിനാറുകളും സംഘടിപ്പിക്കുന്നത്. അന്തരീക്ഷ മലിനീകരണത്തെ സംബന്ധിച്ച് നിരവധി പ്രബന്ധങ്ങളും അവതരിപ്പിക്കും. മേയർ VKC മുഹമ്മദ് കോയ അധ്യക്ഷനായ ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ K മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡോക്ടർ PA ലളിത, AK അബ്ദുൽ ഖാദർ എന്നിവർ പറഞ്ഞു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിനായി 10 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ഡോക്ടർ MK മുനീർ. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ MSSന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ
ഗോൾഡൻ ജൂബിലി പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കായി മാനസിക ഉല്ലാസത്തിനും സംഗീതാസ്വാദനത്തിനുമായി 1997 ആരോഗ്യമന്ത്രി AC ഷൺമുഖദാസ് അധ്യക്ഷനായി മുഖ്യമന്ത്രി EK നായനാർ ഗോൾഡൻ ജൂബിലി പാർക്കിനായി തറക്കല്ലിടുകയും പിന്നീട് സാങ്കേതികതയും സാമ്പത്തികത്തിന്റെയും പേരിൽ നിന്നുപോയ പദ്ധതിയാണ്. ഈ പദ്ധതിക്കാണ് MSS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജീവൻ നൽകിയത്. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക സ്നേഹികളുടെ കടന്നുവരവോടെ ഏറെക്കാലം അടഞ്ഞുകിടന്നിരുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ വാതിലുകൾ ഇതോടെ വിശാലമായി തുറക്കപ്പെടുകയാണെന്ന് മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. ഇതുപോലെയുള്ള ഫിലാന്ത്രോഫിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ കടന്നുവരാനും അവരുടെ സഹായം ഹസ്തം നീട്ടാനും പറ്റുന്ന രീതിയിൽ ഇതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. ഇത്രയും നാൾ ഇത് അടച്ച് പൂട്ടിയിട്ടിരുന്ന, ഇവിടെ പറഞ്ഞ പോലെ 10-14 വർഷം ഇതിനകത്ത് കഴിയേണ്ടി വന്നിരുന്ന ഹതഭാഗ്യരായിട്ടുള്ള ധാരാളം ജീവിതങ്ങളുടെ ഒരു അറയായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ MSS ജില്ലാ പ്രസിഡന്റ് P. സൈനുൽ ആബിദ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കലക്ടർ N. പ്രശാന്ത് മുഖ്യാതിഥിയായി. ജില്ലാ ലീഗൽ അതോറിറ്റി സെക്രട്ടറി RL ബൈജു, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, CP ഹാഷിം, P. മുഹമ്മദ് കോയ, PP അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട് പിടിച്ചു കിടന്നിരുന്ന പാർക്കിന് അനുവദിച്ച സ്ഥലം മുഴുവൻ വൃത്തിയാക്കി ആൾത്തറകളും സെൻസറി നടപ്പാതയും സിംഗിംഗ് ഹിൽ സ്റ്റാൻഡും ഓപ്പൺ സ്റ്റേജും ഷട്ടിൽ കോർട്ട്, ഗാലറി, ഊഞ്ഞാൽ, മ്യൂസിക് സിസ്റ്റം, താമരക്കുളം എന്നിവ അടങ്ങുന്നതാണ് പാർക്ക്. സുകുമാർ അഴീക്കോടിന്റെ ഓരോ എഴുത്തും പ്രഭാഷണവും സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കരുതലായിരുന്നുവെന്ന് MP അബ്ദുൾ സമദാനി MLA. കോഴിക്കോട് പബ്ലിക് ലൈബ്രറി റിസർച്ച് സെന്റർ വികസന സമിതിയും സുകുമാർ അഴീക്കോട് അനുസ്മരണ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച അഴീക്കോട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് പബ്ലിക് ലൈബ്രറി റിസർച്ച് സെന്റർ വികസന സമിതിയും സുകുമാർ അഴീക്കോട് അനുസ്മരണ കമ്മിറ്റിയും ചേർന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി MP അബ്ദുൾ സമദാനി MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ക്ഷോഭമായിരുന്നു മലയാളി ഓരോ പ്രശ്നങ്ങളിലും പ്രക്ഷോഭമായി ഏറ്റെടുത്തിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക പ്രശ്നങ്ങളിലും മറ്റും പുറത്ത് ക്ഷോഭിക്കുമ്പോഴും അഴീക്കോടിന്റെ അകത്ത് വാത്സല്യം നിറഞ്ഞ മറ്റൊരു അഴീക്കോടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയാണ് അദ്ദേഹത്തെ ശക്തനാക്കിയതെന്നും മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടവനാക്കിയതെന്നും സമദാനി പറഞ്ഞു. പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ വികസന സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV മോഹൻലാൽ അധ്യക്ഷം വഹിച്ചു. മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ KF ജോർജ്, സുപ്രഭാതം എക്സിക്യൂട്ടീവ് എഡിറ്റർ A. സജീവൻ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, അഡ്വക്കേറ്റ് KP ബഷീർ, സുകുമാർ അഴീക്കോട് അനുസ്മരണ കമ്മിറ്റി കൺവീനർ TK സത്യനാഥൻ, KV മോഹനൻ എന്നിവർ സംസാരിച്ചു. JDT ഇസ്ലാം ഓർഫനേജിലെ മുൻ അന്തേവാസികളുടെ വാർഷിക സംഗമവും ഹസൻ ഹാജി അസ്ലാം സാഹിബ് അനുസ്മരണവും ജനുവരി 26-ന് JDTയിൽ നടക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്യും. JDT ഇസ്ലാം ഓർഫനേജിലെ ഈ വർഷത്തെ മുൻ അന്തേവാസികളുടെ ഒത്തുചേരലും ഹസൻ ഹാജി അസ്ലം സാഹിബ് അനുസ്മരണവും ജനുവരി 26-ന് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് JDT ഇസ്ലാം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. പരിപാടികൾ പ്രശസ്ത ഹിന്ദി സാഹിത്യകാരനും ദേശീയ അവാർഡ് ജേതാവും മുൻ JDT വിദ്യാർത്ഥിയുമായ ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് അലി ഓടക്കൽ സ്ഥാപനത്തിലെ മുൻ സെക്രട്ടറിമാരായ ഹസൻ ഹാജി അസ്ലം സാഹിബ് അനുസ്മരണ പ്രഭാഷണം നടത്തും. JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി സെക്രട്ടറി CP കുഞ്ഞു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തും. അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഹവാസിക്ക് സ്നേഹപൂർവ്വം എന്ന പദ്ധതിയുടെ പൂർത്തീകരിച്ച ആദ്യ വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നിർവഹിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കായിക രംഗത്തിന്റെ ശാസ്ത്രീയവും ചരിത്രപരവുമായ അവലോകനങ്ങളും ഫോട്ടോകളും ഉൾക്കൊള്ളിച്ച സമഗ്രമായ ഒരു റഫറൻസ് ഗ്രന്ഥമായിരിക്കും സ്കൂൾ കായികമേളയുടെ സുവനീർ എന്ന് സുവനീർ കമ്മിറ്റി ചെയർമാൻ പുരുഷൻ കടലുണ്ടി MLA.
കായിക പ്രേമികൾക്ക് ഒരു ആസ്തിയായി മാറുന്ന തരത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പതിവിൽ നിന്നും വ്യത്യസ്തമായി പരിപാടിയുടെ സമാപന ചടങ്ങിൽ തന്നെ സുവനീർ പുറത്തിറക്കും. കായിക പ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു ഉത്തമ അവലംബമായിരിക്കും സുവനീർ എന്ന് സുവനീർ കമ്മിറ്റി ചെയർമാൻ പുരുഷൻ കടലുണ്ടി MLA പറഞ്ഞു. പൊതുജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഇതിലേക്ക് ലേഖനങ്ങളും ചിത്രങ്ങളും നൽകാം. പ്രസിദ്ധീകരണത്തിന്റെ അന്തിമ തീരുമാനം എഡിറ്റോറിയൽ ബോർഡിന്റേതായിരിക്കും. സുവനീറിന്റെ പേര് പൊതുജനങ്ങൾക്ക് നിർദ്ദേശിക്കാം. ലേഖനങ്ങൾ, അനുഭവക്കുറിപ്പുകൾ, കവർ പേജ്, മാധ്യമ ഫോട്ടോകൾ എന്നിവ PM മുഹമ്മദ് അലി, പെരുമണ്ണ ALPS, പെരുമണ്ണ PO എന്ന വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447797434 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രാമനാട്ടുകര വെങ്ങളം റോഡ് യാഥാർത്ഥ്യമായി. ജനസാഗരം സൃഷ്ടിച്ച ഉത്സവ പ്രതീതിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കോഴിക്കോട് നഗരത്തിലെയും ദേശീയപാതയിലെയും ഗതാഗതക്കുരുക്കിന് പരിഹാരമായി രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ അവസാനഘട്ടമായ പൂളാടിക്കുന്ന് വെങ്ങളം ബൈപ്പാസ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. കരാറെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സർക്കാർ നിർദ്ദേശിച്ചതിലും 3 മാസം മുൻപേ പ്രവൃത്തി പൂർത്തിയാക്കിയിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും ബൃഹത്തായ റോഡ് പ്രവൃത്തി നിശ്ചയിച്ച തീയതിക്ക് മുൻപ് പൂർത്തിയാക്കുന്നത്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൽ പുതിയ ബൈപ്പാസിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഉദ്ഘാടന ചടങ്ങിനെത്തിയ ജനക്കൂട്ടം. ബൈപ്പാസ് നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ട് മരിച്ച KP മെഹബൂബിനും രഞ്ജിത് കുമാർ ബെന്നിനും ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ചടങ്ങ് ആരംഭിച്ചത്. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, PWD സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, പഞ്ചായത്ത് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ, MP മാരായ MK രാഘവൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MLA മാരായ K ദാസൻ, AK ശശീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മുക്കം മുഹമ്മദ്, AM വേലായുധൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ജമീല, കേരള റോഡ്സ് ഫണ്ട് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ TC ഹരികേഷ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OP ശോഭന, തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രകാശൻ, ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അശോകൻ കോട്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആകെ 28.12 കിലോമീറ്ററാണ് രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിന്റെ നീളം. അവശേഷിച്ച ഭാഗം പൂർത്തിയാക്കിയത് 144.06 കോടി രൂപ ചിലവഴിച്ചാണ്. നാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന പ്രതിലോമ പ്രവർത്തനങ്ങളെ ഫലപ്രദമായി തടയാൻ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്ന് പിണറായി വിജയൻ. നവകേരള മാർച്ചിന് ഐക്യദാർഢ്യം അറിയിക്കാൻ കൊയിലാണ്ടിയിൽ ഒത്തുചേർന്ന കലാകായിക പ്രതിഭാ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ കൊയിലാണ്ടിയിൽ പ്രതിഭകളെത്തി. അരങ്ങിലും എഴുത്തിലും കളിയിലും സമത്വവും സാഹോദര്യവും പുലർത്താൻ പ്രയത്നിക്കുന്ന ഒരു കൂട്ടം പ്രതിഭകളാണ് കൊയിലാണ്ടിയിൽ സംഗമിച്ചത്. കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, PT ഉഷ, ഉഷയുടെ ഭർത്താവ് ശ്രീനിവാസൻ, നാടകാചാര്യൻ ഇബ്രാഹിം വെങ്ങര, ചരിത്രകാരൻ ഡോക്ടർ MR രാഘവ വാര്യർ, തായമ്പക കലാകാരൻ തൃക്കുറ്റിശ്ശേരി ശിവശങ്കര വാര്യർ, തിമില കലാകാരൻ കാഞ്ഞിരിശ്ശേരി പത്മനാഭൻ, തെയ്യം കലാകാരൻ മുരളീധരൻ പൂക്കാട്, അരങ്ങാടത്ത് വിജയൻ, ദഫ്മുട്ട് കലാകാരൻ കോയ കാപ്പാട്, കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ, കവി മേലൂർ വാസുദേവൻ, എളയടത്ത് വേണുഗോപാൽ, ഇന്ത്യൻ ഫുട്ബോൾ ടീം ഗോൾ കീപ്പറായിരുന്ന സർവീസസ് കുഞ്ഞിക്കണാരൻ, ഗായകൻ ആസിഫ് കാപ്പാട്, നടൻ നൌഷാദ് ഇബ്രാഹിം, നടി ജയ നൌഷാദ്, കായലോട്ട് ഗിരിജ, KV ആലി, KV സത്യചന്ദ്രൻ പൊയിൽക്കാവ്, എഴുത്തുകാരനായ ചന്ദ്രശേഖരൻ തിക്കോടി, പുഷ്പൻ തിക്കോടി, ഇബ്രാഹിം തിക്കോടി, VK രാഘവൻ, സുനിൽ തിരുവണ്ണൂർ, പ്രൊഫസർ കാവുംവട്ടം വാസുദേവൻ, ഫുട്ബോൾ താരം ഋഷിദാസ്, ഡോക്ടർ ഗോപിനാഥ് തുടങ്ങി 30ഓളം പേരാണ് പിണറായി വിജയനോടൊപ്പം സാംസ്കാരിക സംഗമത്തിൽ പങ്കെടുത്തത്. നാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന പ്രതിലോമ പ്രവർത്തനങ്ങളെ ഫലപ്രദമായി തടയാൻ സാംസ്കാരിക പ്രവർത്തനത്തിന് കഴിയുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നാട്ടിന് പുറത്തെ ക്ലബ്ബുകളുടെയും മറ്റും വാർഷികാഘോഷങ്ങൾ ഉൾപ്പെടെയുള്ളവ ഫലപ്രദമായ ചെറുത്തുനിൽപ്പായി മാറുന്നുണ്ട്. ചെറുനാടകങ്ങൾ കുറഞ്ഞു വരുന്നുവെന്ന ആശങ്ക ശരിയാണ്. അവശ കലാകാരന്മാർക്ക് മാത്രമല്ല, ഒരു പെൻഷനും ഇന്ന് ശരിയായി നൽകാത്ത സാഹചര്യമാണുള്ളത്. LDF സർക്കാരിന് വ്യക്തമായ സാംസ്കാരിക നയമാണ് ഉണ്ടായിരുന്നതെന്നും അത് എപ്പോഴും ഉണ്ടാകുമെന്നും പിണറായി തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കോഴിക്കോട് രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള അധ്യാപകരുടെ സംഗമം ചെറുവണ്ണൂർ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ നടന്നു. ഫാദർ ഡോക്ടർ വർഗീസ് ചെക്കലക്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പ് നൽകി. കോഴിക്കോട് രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് അധ്യാപക സംഗമം ചെറുവണ്ണൂർ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ നടന്നു. കോർപ്പറേറ്റ് മാനേജർ മോൻ തോമസ് പനിക്കൽ സ്വാഗതം പറഞ്ഞു. കോഴിക്കോട് രൂപത മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ മുന്നിൽ വന്ന് വിദ്യാർത്ഥിയായിട്ടിരിക്കുന്നത് അവരോട് നിങ്ങൾക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ കാരുണ്യം
പഠിപ്പിച്ച് ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല പൗരന്മാരാക്കി തീർക്കുക എന്നുള്ളതാണ്. കോഴിക്കോട് ഡയറ്റ് ലെക്ചറർ ജോയ് TF മോഡറേറ്ററായിരുന്നു. വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകരുടെ സ്വാധീനം എന്ന വിഷയത്തിൽ ഡോക്ടർ വിജയൻ ചാലോട്, സമൂഹ മാധ്യമങ്ങളും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ കോഴിക്കോട് സൈബർ സെല്ലിലെ ധീരജ്, വിദ്യാലയത്തിന്റെ വളർച്ചയിൽ അധ്യാപകരുടെ കൂട്ടായ്മ പ്രവർത്തനത്തിന്റെ ശക്തി എന്ന വിഷയത്തിൽ തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ KJ മാർക്കോസ് മാസ്റ്റർ, ഇന്നത്തെ സാഹചര്യത്തിൽ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ കോഴിക്കോട് രൂപതാ മെത്രാൻ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ എന്നിവർ ക്ലാസുകളെടുത്തു. സിസ്റ്റർ ഷിമ്മി ജോർജ്, K മുഹമ്മദ് മാസ്റ്റർ, ജോൺസൺ ജോസഫ്, AP സക്കീർ ഹുസൈൻ, KY ജോർജ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാത്തോട്ടം ശ്രീ ശാസ്താ ഭഗവതി ക്ഷേത്രത്തിലെ 3ാം പ്രതിഷ്ഠാ ദിനോത്സവവും ഭക്തിനിർഭരമായി കൊണ്ടാടി. ക്ഷേത്രതന്ത്രി ചാത്തനാട് രാമേന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടന്നത്. മാത്തോട്ടം ശ്രീ ശാസ്താ ഭഗവതി ക്ഷേത്രത്തിന്റെ 3ാം പ്രതിഷ്ഠാ ദിനം ഭക്തിയാദരപൂർവ്വം ആചരിച്ചു. ക്ഷേത്രം തന്ത്രി ചാത്തനാട്ട് രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക വിശേഷൽ പൂജകളോടെയും വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയുമാണ് തൃതീയ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചത്. ശാസ്താ ഭഗവതി ക്ഷേത്രം കൺവീനർ KP സദാനന്ദൻ, പ്രസിഡന്റ് CP സജീന്ദ്രൻ, സെക്രട്ടറി P സുരേഷ്, ഖജാഞ്ചി K ബാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ ദിന പരിപാടികൾ നടന്നത്. ആദ്യ ദിനം രൂപേഷ് ശാന്തിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. മലർ നിവേദ്യം, ശാരദ V നായരുടെ ദേവി മാഹാത്മ്യ പാരായണം, ക്ഷേത്രം ലളിത സഹസ്രനാമ പാരായണ ഭക്തവിഭാഗത്തിന്റെ ലളിത സഹസ്രനാമ പാരായണം, ദീപാരാധന, ഉഷപൂജ, പറനിറക്കൽ, ഭഗവതി സേവ, കൊയിലാണ്ടി ആർഷ വിദ്യാപീഠത്തിലെ ശശി കമ്മട്ടേരിയുടെ പ്രഭാഷണം, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. 2ാം ദിനം ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് അന്നദാനം, തിരുവിച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ആഘോഷവരവ്, രാധാകൃഷ്ണ മാരാർ പാർട്ടി അവതരിപ്പിച്ച തായമ്പക, ഗുരുതി, അത്താഴപൂജ എന്നിവ നടന്നു. ഇനി കായിക വിശേഷങ്ങൾ. ജവഹർ മാവൂർ സംഘടിപ്പിക്കുന്ന 7ാമത് അഖിലേന്ത്യാ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഫിഫ മഞ്ചേരി അൽമിൻഹാൻ വളാഞ്ചേരിയെ നേരിട്ടു. സെമിഫൈനലിന്റെ അവസാനപാദ മത്സരത്തിൽ ജവഹർ മാവൂരിനെ സമനിലയിൽ തളച്ചതോടെയാണ് അൽമിൻഹാൻ വളാഞ്ചേരി ഫൈനലിൽ എത്തിയത്. മൂലക്കടവത്ത് മുഹമ്മദ് അലി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്കും അരിയാപറമ്പത്ത് പരശുരാമൻ സ്മാരക റോളിംഗ് ട്രോഫിക്കും വേണ്ടി ജവഹർ മാവൂർ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസിന്റെ ഫൈനലിൽ ഫിഫ മഞ്ചേരി അൽമിൻഹാൻ വളാഞ്ചേരിയെ നേരിടും. ചെറുപ്പ ഫ്ലഡിഡ് സ്റ്റേഡിയത്തിൽ നടന്ന സെമിഫൈനലിന്റെ അവസാനപാദ മത്സരത്തിൽ അൽമിൻഹാൻ വളാഞ്ചേരി ജവഹർ മാവൂരിനെ സമനിലയിൽ തളച്ചതോടെയാണ് ഫൈനൽ നിരയായത്. വ്യാഴാഴ്ച ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അൽമിൻഹാൻ വളാഞ്ചേരി വിജയിച്ചിരുന്നു. വെള്ളിയാഴ്ച നടന്ന 2ാം പാദ സെമിയുടെ ആദ്യ പകുതിയിൽ ജവഹർ മാവൂരിന്റെ ഷേർലിയാണ് ആദ്യം ഗോൾ നേടിയത്. 2ാം പകുതിയിൽ അൽമിൻഹാൻ വളാഞ്ചേരിക്ക് വേണ്ടി ഇർഷാദ് ഗോൾ നേടി. ശനിയാഴ്ചയാണ് ഫൈനൽ. ന്യൂസ് ബ്യൂറോ, മാവൂർ. വാർത്തകൾ ചുരുക്കത്തിൽ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ജനുവരി 23, 24 തീയതികളിൽ കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കും. മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. പാർട്ടിയുടെ 9ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ജനപ്രതിനിധികൾ തിങ്കളാഴ്ച കളക്ടറേറ്റ് ധർണ നടത്തുമെന്ന് ഓൾ കേരള ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 25 നടത്തുന്ന ധർണാ സമരം സംസ്ഥാന പ്രസിഡന്റ് KV അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. മാത്തോട്ടം ബ്രില്യൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ സീനത്ത് മുനീഫ് അധ്യക്ഷത വഹിച്ചു. അധ്യാപിക സാഹിറ കരീം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൌൺസിലർമാരായ P ഷാനിയ, PP ബീരാങ്കോയ, മുൻ PTA പ്രസിഡന്റ് ശിവൻ, മുഹമ്മദ് മദനി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഷീജ ആനന്ദ് സ്വാഗതവും PTA പ്രസിഡന്റ് മുസ്തഫ നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ ഭീകരത ശക്തിപ്പെടുമ്പോൾ UAPA പോലുള്ള ശക്തമായ നിയമം അത്യാവശ്യമാണെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. നവകേരള യാത്രയുടെ കോഴിക്കോട് ജില്ലാ പര്യടനം സമാപിച്ചു. നഗരത്തിലെ രൂക്ഷമായ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള സിറ്റി പോലീസിന്റെ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി.
ഹൈന്ദവ ധർമ്മത്തെപ്പറ്റി സംസാരിക്കുന്നവരിൽ പലരും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കാത്തവരാണെന്ന് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.